നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഷൊർണൂരിൽ വികസന പരിപ്രേക്ഷ്യവുമായി BJPയുടെ സംവാദ പരിപാടി. സംവാദം വികസിത ഷൊർണൂർ എന്ന ആശയം ഉയർത്തിപ്പിടിച്ച് അവസരം തന്നാൽ ഷൊർണൂരിൽ വികസനത്തിന്റെ വിസ്മയം സൃഷ്ടിക്കുമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗം സജീവം. കോട്ടായിൽ LDF തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ. കേരളശ്ശേരിയിൽ ഇലക്ഷൻ കൺവെൻഷനോടെ BJP പ്രചരണ ചൂടിലേക്ക്. മണ്ഡല മഹോത്സവത്തിനൊരുങ്ങി നാട്. ക്ഷേത്രങ്ങളിൽ വിപുലമായ ഒരുക്കങ്ങൾ. വിശ്വാസികൾക്ക് വ്രതശുദ്ധിയുടെ പവിത്രകാലം. ഓങ്ങല്ലൂർ തളി ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് സമാപനം. വാർത്തകൾ വിശദമായി. ഷൊർണൂരിൽ പുതിയ വികസന കാഴ്ചപ്പാടുമായി BJPയുടെ സംവാദ പരിപാടി. വികസന കേരളത്തിനായി വികസിത ഷൊർണൂർ എന്ന ആശയത്തിലായിരുന്നു സംവാദം. ഒരു അവസരം കിട്ടിയാൽ വികസിത ഷൊർണൂരാക്കി മാറ്റുമെന്നും അത് BJPയുടെ കടമയായിരിക്കുമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഷൊർണൂരിലെ അപ്സര ഹാളിലായിരുന്നു BJPയുടെ സംവാദ പരിപാടി. വികസന കേരളത്തിനായി വികസിത ഷൊർണൂർ എന്ന ആശയത്തിലായിരുന്നു ചർച്ച നടത്തിയത്. ഷൊർണൂരിൽ പുതിയ വികസന കാഴ്ചപ്പാടുകൾ ഊന്നിയായിരുന്നു പരിപാടി. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൻ്റെ അധ്യക്ഷതയിലായിരുന്നു ചർച്ച നടന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് BJP വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെന്ന് ആമുഖമായി അദ്ദേഹം സൂചിപ്പിച്ചു. അഴിമതി ഭരണം BJPയുടെ ഗ്യാരണ്ടിയാണ്. ഒരു അവസരം ലഭിക്കുകയാണെങ്കിൽ ഷൊർണൂരിൽ വികസനം കൊണ്ടുവരാൻ BJPക്ക് കഴിയുമെന്നും അത് BJPയുടെ കടമയായിരിക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഇനി മാറണം. അതിനുവേണ്ടി നരേന്ദ്രമോദിജി ഞങ്ങളെ പഠിപ്പിച്ച് ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്ന വികസിത കേരളം, വികസിത ഷൊർണൂർ എന്ന കാഴ്ചപ്പാട് നിങ്ങളുടെ പിന്തുണ ആണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. ഞങ്ങൾക്കൊരു അവസരം കിട്ടിയാൽ വികസനത്തിന് വേണ്ടി ഞങ്ങൾ 100% അല്ലെങ്കിൽ 1000% അധ്വാനിക്കും. ആത്മാർത്ഥമായി ഞങ്ങൾ അധ്വാനിക്കും. ഈ വികസനം എന്താണെന്ന് ചോദിച്ചാൽ ഒരു മുദ്രാവാക്യമല്ല, ഒരു പൊളിറ്റിക്കൽ സ്ലോഗനല്ല. ഞങ്ങൾ ശരിക്കും ഡീപ്ലി വിശ്വസിക്കുന്ന ഞങ്ങളൊരു പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു വികസനം, വ്യവസായികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു വികസനം, നാടിനെ നന്നാക്കുന്ന സാധ്യത യാഥാർത്ഥ്യമാക്കുന്ന ഒരു വികസനം, അഴിമതി രഹിത വികസനം. ഇത് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയും. 11 കൊല്ലം നരേന്ദ്രമോദിജി ഇന്ത്യയിൽ ചെയ്ത് കാണിച്ചു കൊടുത്തിരിക്കുന്നു. 2014 നരേന്ദ്രമോദിജി പ്രധാനമന്ത്രിയാവുമ്പോൾ ഇന്ത്യന്റെ സ്ഥിതി എന്തായിരുന്നു എല്ലാവരും പറയാം. അതാണ് ഇന്നത്തെ കേരളത്തിന്റെ സ്ഥിതി. വിലക്കയറ്റം ഏറ്റവും കൂടുതൽ, രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റം കേരളത്തിലാണ്. ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ കേരളത്തിലാണ്. അപ്പോ മാറ്റാൻ എനിക്ക് എന്റെ ഒരു റെസ്പെക്ട്ഫുൾ സബ്മിഷനാണ്. മാറ്റുന്ന സമയമായി. നമുക്കിത് മാറ്റണം. അതായത് നമ്മളെ കുട്ടികളെല്ലാം നാട് വിട്ട് പുറത്തു പോകുന്നു. തൊഴിലും സ്റ്റാർട്ടപ്പും അവസരങ്ങളെല്ലാം നോക്കി പുറത്തു പോകുന്നു. ഇതെല്ലാം നമുക്ക് മാറ്റണം. ശരിക്കും ഒരു നല്ല ഭരണം ഷൊർണൂരിൽ കൊണ്ടുവരണം. വികസനം നടപ്പിലാക്കുക, ജനങ്ങളെ സേവിക്കുക എന്നതാണ് BJPയുടെ ലക്ഷ്യം. എന്നാൽ സംസ്ഥാനത്താകമാനം വികസനത്തിൻ്റെ ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമങ്ങളാണ് CPMും കോൺഗ്രസും നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഈ പറയുന്ന പാർട്ടി നേതാക്കൾക്ക് ഒരു ഡിബേറ്റ് പോലും നടത്താൻ കഴിയില്ല. അതിന് BJP തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. വ്യക്തമായ സന്ദേശമാണ് ബീഹാറിൽ BJP നടത്തിയതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വളരെ ആരോഗ്യകരമായ ചർച്ചയായിരുന്നു നടന്നത്. ഷൊർണൂരിലെ പോരായ്മകളെക്കുറിച്ചും കൂടുതൽ വികസനങ്ങളെ സംബന്ധിച്ചും GST അടക്കമുള്ള കാര്യങ്ങളും ചർച്ചയിൽ വ്യാപാരി നേതാക്കൾ ചൂണ്ടിക്കാട്ടി. ഷൊർണൂരിൽ ഒരു വിവേകാനന്ദ പ്രതിമ സ്ഥാപിക്കാൻ നടപടി ഉണ്ടാകണമെന്ന് അഡ്വക്കേറ്റ് പ്രഭാശങ്കർ ചൂണ്ടിക്കാട്ടി. ഷൊർണൂർ കേരളീയ ആയുർവേദ സമാജത്തിൽ നിർത്തലാക്കിയ മരുന്നുകൾ വീണ്ടും പുനഃസ്ഥാപിക്കണമെന്നും ഷൊർണൂരിലെ RMS പുനഃസ്ഥാപിക്കണമെന്നും സമാജം മാനേജറും ആവശ്യപ്പെട്ടു. ഷൊർണൂരിൽ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടലുകൾ ഉണ്ടാകണമെന്ന് പരമേശ്വരൻ മാസ്റ്ററും ആവശ്യപ്പെട്ടു. മറ്റു വിഷയങ്ങളിലും ചർച്ച നടന്നു. രാജീവ് ചന്ദ്രശേഖറിന് പുറമെ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാൽ, EP നന്ദകുമാർ, അഡ്വക്കേറ്റ് സിനി മനോജ്, രഞ്ജിത്ത്, അഡ്വക്കേറ്റ് അനിൽ രാജ് എന്നിവരും പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തിരുവനന്തപുരത്തെ പ്രാദേശിക നേതാവിൻ്റെ ആത്മഹത്യ സങ്കടകരമാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. സംഭവത്തിൽ BJPക്ക് വീഴ്ച പറ്റിയിട്ടില്ല. BJPയെ വിമർശിക്കുന്ന CPM നവീൻ ബാബുവിനെ മറക്കരുതെന്നും
കരുണാകരനെ വഞ്ചിച്ചത് ആരാണെന്ന് എല്ലാവരും ഓർക്കണമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഇത് ഒരു വളരെ സങ്കടമായ ഒരു കാര്യമാണ്. എല്ലാവർക്കും വിഷമമുണ്ട്. ഇന്നലെ തന്നെ ഞാൻ ഞങ്ങൾ അന്വേഷിക്കണം എന്ന് ഞാൻ ജില്ലാ പ്രസിഡന്റിനോട് പറഞ്ഞു. ഞങ്ങളുടെ ഭാഗത്തിന് വീഴ്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് വിടില്ല എന്ന് കൃത്യമായൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു. അദ്ദേഹം എന്നോട് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ പാനലിൽ ഇദ്ദേഹത്തിൻ്റെ പേരൊന്നും ഉണ്ടായിരുന്നില്ല. മണ്ഡലം ലെവലിൽ നിന്ന് ആ പാനലിൽ വന്നതിൽ ഇദ്ദേഹത്തിൻ്റെ പേരുണ്ടായിരുന്നില്ല. ഇദ്ദേഹം പിന്നെ ശിവസേന ജോയിൻ ചെയ്തു. ഉദ്ധവ് ഠാക്കറെ ശിവസേനയിൽ എൻ്റെ ഭാഗമായിരുന്നു, അവിടെ ജോയിൻ ചെയ്തു എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ. പക്ഷേ ഞാൻ ഇന്ന് രാവിലെയും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ പ്രോസസ്സിൽ ഒരു വീഴ്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അതിന് വിടില്ല, അതൊന്ന് നോക്കണം എന്ന് ഞാൻ കൃത്യമായൊരു ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് എടുക്കുന്നതെല്ലാം ഞാൻ കാണുന്നത് ഒരു നാണക്കേടാണ്, ഒരു ട്രാജഡിയാണ്. ഇതിപ്പോൾ കോൺഗ്രസ്സിൽ പറയുന്നവർ CPM പറയുന്നവർ നവീൻ ബാബുവിനെ മറക്കാൻ പാടില്ല. നവീൻ ബാബുവിനെ ദിവ്യേനെ ന്യായീകരിച്ച് ഒരു ACP സ്ഥാനാർത്ഥി ആരാണ് ആക്കിയത് ജനങ്ങൾക്കറിയാം. പക്ഷേ ഇതിനെ പൊളിറ്റിസൈസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ എന്താ പറയേണ്ടത്, ഒരു നാണക്കേടാണ്. ഇതൊരു ട്രാജഡിയാണ്. ഞങ്ങൾ ഒരു റെസ്പോൺസിബിൾ പാർട്ടീൻ്റെ ഞങ്ങളത് അന്വേഷിക്കും. ഞങ്ങളതിൻ്റെ വീഴ്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളത് വിടില്ല. പക്ഷേ ഇതുവരെ മനസ്സിലായത് ഞങ്ങളുടെ വീഴ്ചയൊന്നും ഉണ്ടായിട്ടില്ല. മണ്ഡലം പാനലിൽ ഇദ്ദേഹത്തിൻ്റെ പേരുണ്ടായിരുന്നില്ല. ഒരു ട്രാജഡിയാണ്, സങ്കടമുണ്ട്, വിഷമമുണ്ട്. പക്ഷേ ഈ പൊളിറ്റിസൈസ് ചെയ്യുന്ന ഈ പാർട്ടികൾക്ക് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊന്നും മറക്കാൻ പാടില്ല. ഇത് ജനങ്ങൾക്ക് അറിയാം. നവീൻ ബാബുവിനെക്കുറിച്ച് ആരും മറന്നിട്ടില്ല. പിന്നെ കരുണാകരൻജീനെ ആരാണ് വഞ്ചിച്ചത്, ഏത് കോൺഗ്രസ് ലീഡർമാരാണ് ഇന്ന് സംസാരിക്കുന്നത്, അതിനെക്കുറിച്ചൊന്നും ഞങ്ങളെ പറയിപ്പിക്കരുത്. ഇതിനെല്ലാം ഈ രാഷ്ട്രീയം ചെയ്യാനല്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ വികസനത്തെക്കുറിച്ചും ജനങ്ങളുടെ ജീവിതത്തിലൊരു വ്യത്യാസം കൊണ്ടുവരാനാണ് BJP മുമ്പോട്ട് പോകുന്നത്. വികസനം, അഴിമതിരഹിത ഭരണം, ഇതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. അപ്പോൾ ഇതിനെല്ലാം വെറുതെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു. ഇതൊരു ട്രാജഡിയാണ്, അത് ഞങ്ങളെല്ലാം സമ്മതിക്കുന്നു. പക്ഷേ ഇതിനൊരു പൊളിറ്റിസൈസ് ചെയ്ത് ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ഞാൻ കൃത്യമായി ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ആത്മഹത്യയിൽ രാഷ്ട്രീയം കലർത്തരുതെന്ന് രാജീവ് ചന്ദ്രശേഖർ അഭ്യർത്ഥിച്ചു. അത് നാണക്കേടാണ്. നവീൻ ബാബുവിനെ മറക്കരുത്. BJPയെ വിമർശിക്കുന്ന CPM ഒരു കാരണവശാലും നവീൻ ബാബുവിനെ മറക്കരുത്. കരുണാകരനെ വഞ്ചിച്ചത് ആരാണ് എന്ന് എല്ലാവരും ഓർക്കണം. ആത്മഹത്യ ഒരു ദുരന്തമാണെന്ന് സമ്മതിക്കുന്നു. ശിവൻകുട്ടിയുടെയും ശബരിനാഥിൻ്റെയും രാഷ്ട്രീയമല്ല താൻ ഉപയോഗിക്കുന്നത്. ആത്മഹത്യ സംബന്ധിച്ചു വന്ന ആരോപണങ്ങൾ ജില്ലാ പ്രസിഡന്റ് പരിശോധിക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. മുരളീധരൻ്റെ രാഷ്ട്രീയം എല്ലാവർക്കും അറിയാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തിരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് കോട്ടായി. തിരഞ്ഞെടുപ്പ് കൺവെൻഷനോടെ LDF പ്രചരണ രംഗം സജീവമാക്കി. കൺവെൻഷൻ PP സുമോദ് MLA ഉദ്ഘാടനം ചെയ്തു. ചെറുപ്പക്കാർക്ക് 5 ലക്ഷം ആളുകൾക്കാണ് 1000 രൂപ വെച്ച് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇതെല്ലാം നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നു. 1 ലക്ഷത്തിൽ താഴെ കുടുംബ വരുമാനം ഏതാണ്ട് 5 ലക്ഷം വരുന്ന ചെറുപ്പക്കാർക്ക് കേരളത്തിന്റെ മണ്ണിൽ സ്കോളർഷിപ്പ് മാസാമാസം 1000 രൂപ കിട്ടാൻ വേണ്ടി പോകുന്നു. ഈ ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ടേയിരിക്കും. അങ്കണവാടി ടീച്ചർമാർ, ആശാവർക്കർമാർ, അതോടൊപ്പം തന്നെ നമ്മുടെ ആയമാർ, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രീ പ്രൈമറി ടീച്ചർമാർ, അതോടൊപ്പം തന്നെ നമ്മുടെ സ്കൂൾ പാചക തൊഴിലാളികൾ. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ, CPM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ S അബ്ദുൾ റഹ്മാൻ, V മോഹനൻ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കീഴത്തൂർ മുരുകൻ, K കരുണാകരൻ, K മോഹൻകുമാർ, ജില്ലാ പഞ്ചായത്ത് കോട്ടായി ഡിവിഷൻ സ്ഥാനാർത്ഥി R ലത, ബ്ലോക്ക് പഞ്ചായത്ത് കോട്ടായി ഡിവിഷൻ സ്ഥാനാർത്ഥി MR ജയരാജ്, കോട്ടായി പഞ്ചായത്ത് 1-ാം വാർഡ് സ്ഥാനാർത്ഥി CR അനിത, പഞ്ചായത്ത് പ്രസിഡന്റ് A സതീഷ് എന്നിവർ പ്രസംഗിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികളായി CR കുഞ്ചു ചെയർമാൻ, KP രവീന്ദ്രൻ സെക്രട്ടറി എന്നിവരെ തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കേരളശ്ശേരിയിൽ BJP തദ്ദേശ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് രവി അടിയത്ത് ഉദ്ഘാടനം ചെയ്തു. BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സജീവ് ആരപ്പത്ത് അധ്യക്ഷത വഹിച്ചു. രവി അടിയത്ത് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനം നടത്തി. P രാജീവ് മാസ്റ്റർ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി. സ്ഥാനാർത്ഥികളെ ചടങ്ങിൽ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു.
ജില്ലാ വൈസ് പ്രസിഡന്റ് MP ശ്രീകുമാരൻ മാസ്റ്റർ, മണ്ഡലം പ്രസിഡന്റ് ഗംഗാ ഭഗത്ത് എന്നിവർ പ്രസംഗിച്ചു. നല്ല ഇടപെടലുകൾ കൊണ്ടും ഇന്ന് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ മെമ്പർമാരാണ്. അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ ഇന്ന് കേരളശ്ശേരി പഞ്ചായത്തിലെ ഒരു വ്യക്തിക്കും ഒരു ആനുകൂല്യങ്ങളും കിട്ടാത്ത ഒരു വീട് പോലും ഇല്ല എന്നുള്ളതാണ് 2014 ശേഷമുള്ള ഈ ഭാരതത്തിൽ ജീവിച്ചിരിക്കുന്ന ഓരോ വ്യക്തിക്കും കേന്ദ്ര സർക്കാരിന്റെ ഒരു ആനുകൂല്യങ്ങളെങ്കിലും കിട്ടിയിട്ടുണ്ടാവും. പ്രിയപ്പെട്ടവരെ, സാധാരണക്കാരന്റെ അടിസ്ഥാന ആവശ്യമായിട്ടുള്ള വീട് എന്ന സ്വപ്നം, ആ വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം ഇവിടെ അപേക്ഷിച്ച മുഴുവൻ ആളുകൾക്കും വീടുകൾ കൊടുക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. MP സുരേഷ് ബാബു സ്വാഗതവും VC ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. 14 വാർഡുകളിൽ 13 വാർഡുകളിലും BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. വാർഡ് 1 S സജീവ്, 2 വടശ്ശേരി KC പ്രീത, വാർഡ് 3 ദിവ്യ കേരളശ്ശേരി, 4 അമ്മിണി, വാർഡ് 5 രാജശ്രീ, വാർഡ് 7 MP ശ്രീകുമാർ, 8 P രാജീവ്, വാർഡ് 9 PV സജിത, വാർഡ് 10 MC കൃഷ്ണകുമാർ, വാർഡ് 11 ശൈലജ, വാർഡ് 12 ദീപു, വാർഡ് 13 വന്ദന, വാർഡ് 14 K രാമദാസ് എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. ബ്ലോക്ക് പഞ്ചായത്ത് തടുക്കശ്ശേരി ഡിവിഷനിൽ P നിഷയും കേരളശ്ശേരി ഡിവിഷനിൽ ചന്ദ്രികയും മത്സരിക്കും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ചെറുതുരുത്തി കേരള കലാമണ്ഡലത്തിലെ ദ്വിദിന പഞ്ചവാദ്യ വജ്രജൂബിലി ആഘോഷത്തിന് സമാപനമായി. സമാപന സമ്മേളനം മദ്ദളരത്നം ചെർപ്പുളശ്ശേരി ശിവൻ ഉദ്ഘാടനം ചെയ്തു. സമാപന ചടങ്ങിൽ കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ P രാജേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. മുൻകാല പഞ്ചവാദ്യ കലാകാരന്മാരെ പൊന്നാടയും മൊമൻറ്റോയും നൽകി ആദരിച്ചു. ചോറ്റാനിക്കര വിജയന്മാരാർ മുഖ്യാതിഥിയായിരുന്നു. പറക്കാട് തങ്കപ്പന്മാരാർ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. സംഗീത നാടക അക്കാദമി അംഗം പുല്ലാർ സജു ചന്ദ്രൻ, കോട്ടക്കൽ രവി, പല്ലശന മുരളി, നെല്ലുവായ് ശശി, സേതുമാധവൻ, സുശീലൻ, കലാമണ്ഡലം ബിലഹരിയസ്മാരാർ തുടങ്ങിയവർ സംസാരിച്ചു. അന്ന് ഈ വജ്രജൂബിലിയുടെ വർത്തമാനങ്ങളൊന്നും സംസാരം മധ്യേ ഞങ്ങൾ തമ്മിലുണ്ടായില്ല. അദ്ദേഹത്തിൻ്റെ പേരിൽ കേരള സർക്കാർ കൊടുക്കുന്ന പല്ലാവൂർ പുരസ്കാരം പോലെ ഏതെങ്കിലും ഒരു വ്യക്തിയെ കലാകേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കണമെന്നൊരു അഭിപ്രായം ഞാൻ രേഖപ്പെടുത്തേണ്ടായി. ഏതായാലും അതിൻ്റെ ചെറിയൊരു ഭാഗമായിട്ട് ഇന്നലെ ഇവിടെ നടന്ന സംഗതി, വജ്രജൂബിലി പുരസ്കാരം എന്ന് പറഞ്ഞു കൊടുത്തത് എൻ്റെ അച്ഛൻ്റെ ശിഷ്യനായിട്ടുള്ള കുലിശ്ശേരി അനിയന്മാരാർക്കാണ്. അതിൽ അതിയായ സന്തോഷം രേഖപ്പെടുത്തുന്നു. പിന്നെ പഞ്ചവാദ്യത്തിൻ്റെ ഉയർച്ചയ്ക്ക് പരമേശ്വരന്മാരാർ തൊട്ട് ഇങ്ങടെ പരമേശ്വരൻ, ശ്രീധരൻ നമ്പീശൻ, കൂങ്ങാട് മധു, ഇന്ന് കരിയന്നൂർ നമ്പൂരി, ഇന്നുള്ളതിൽ പഞ്ചവാദ്യത്തിൻ്റെ താളങ്ങളെക്കുറിച്ചും അതിൻ്റെ സമ്പ്രദായങ്ങളെക്കുറിച്ചും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുത്ത് പ്രചാരത്തിലെത്തിക്കാൻ പറ്റാവുന്ന വ്യക്തി. സംഘാടക സമിതി ചെയർമാൻ കരിയന്നൂർ നാരായണൻ നമ്പൂതിരി സ്വാഗതവും കൺവീനർ കലാമണ്ഡലം കുട്ടിനാരായണൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് 100-ൽ പരം പഞ്ചവാദ്യ കലാകാരന്മാർ അണിനിരന്ന അതിഗംഭീരമായ പഞ്ചവാദ്യം നടന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വാരണാസി ശ്രീ തൃത്താന്തോന്നി ശിവക്ഷേത്രത്തിൽ മണ്ഡലകാല ആഘോഷത്തിന് ഒരുക്കങ്ങളായി. ഡിസംബർ 26 വരെ വിപുലമായ പരിപാടികളാണ് ഇത്തവണയും മണ്ഡലകാലത്ത് ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുള്ളത്. സ്വയംഭൂവായ മഹാദേവൻ പടിഞ്ഞാറോട്ട് ദർശനം നൽകി കുടികൊള്ളുന്ന അത്യപൂർവം ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് വാടാനംകുറിശ്ശിയിലെ ശ്രീ തൃത്താന്തോന്നി ശിവക്ഷേത്രം. പൗരാണിക പ്രസിദ്ധമായ ക്ഷേത്രത്തിൽ മണ്ഡലകാല ആഘോഷം ഇത്തവണയും വിപുലമായാണ് സംഘടിപ്പിക്കുന്നത്. വൃശ്ചികം 1 മുതൽ ധനു 11 വരെ വിപുലമായ പരിപാടികൾ നടക്കും. ചുറ്റുവിളക്ക്, വിശേഷ പൂജകൾ എന്നിവയ്ക്ക് പുറമെ തൃക്കാർത്തികയോടനുബന്ധിച്ച് ഡിസംബർ 4-ന് പ്രത്യേക പരിപാടികളുണ്ടാകും. തൃക്കാർത്തികയ്ക്കൊപ്പം മണ്ഡലവിളക്ക് തുടങ്ങിയ വിശേഷ ദിവസങ്ങളിൽ വിവിധ വാദ്യങ്ങൾ, നൃത്തനൃത്യങ്ങൾ തുടങ്ങിയ കലാപരിപാടികളും ഒരുക്കുന്നുണ്ട്. നവംബർ 17-ന് ക്ഷേത്രത്തിൽ ചുറ്റുവിളക്കും നിറമാലയും ആരംഭിക്കും. ദീപാരാധനയ്ക്ക് ശേഷം പഞ്ചാരിമേളമുണ്ടാകും.
തുടർന്ന് അന്നദാനവും ഒരുക്കുന്നുണ്ട്. മണ്ഡലകാല മഹോത്സവത്തിന് എല്ലാ ഭക്തജനങ്ങളുടെയും സഹകരണമുണ്ടാകണമെന്ന് ക്ഷേത്ര സംരക്ഷണ സമിതി അഭ്യർത്ഥിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഓർത്തെടുത്ത ചില കാര്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും കൃത്യമായി കാണാതെ പറയുന്ന ഒരു ബാലനുണ്ട് ഷൊർണൂർ നെടുങ്കോട്ടൂരിൽ. പ്രധാനമായും 2024 മുതൽ 28 വരെ കലണ്ടർ വർഷത്തിലെ ഓരോ തീയതിയും അതേ ദിവസത്തെ ആഴ്ചയും പേരും വിശേഷങ്ങളും കാണാതെ പറയുകയാണ് 11 വയസ്സുകാരനായ KS ഇഷാൻ എന്ന ഈ അത്ഭുത ബാലൻ. ഇഷാന്റെ ഈ പ്രത്യേക കഴിവിനെ പലരും പ്രശംസിക്കുന്നു. ഷൊർണൂർ നെടുങ്കോട്ടൂർ കാക്കനാട്ട് വീട്ടിലെ സുജീന്ദ്രൻ അനഘ ദമ്പതികളുടെ മകനാണ് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന KS ഇഷാൻ എന്ന ഈ അത്ഭുത ബാലൻ. അത്യപൂർവമായ ഒരു പ്രത്യേക കഴിവാണ് ഈ ബാലൻ്റേത്. 11 വയസ്സ് തികയുന്നേ ഉള്ളൂ. ഈ ഒരു പ്രായത്തിൽ തന്നെ ഒരു ഒന്നൊന്നര സംഭവമാണ് KS ഇഷാൻ. ഇനി ഈ കൊച്ചു ബാലൻ്റെ പ്രത്യേക കഴിവിനെ കുറിച്ച് ഒന്ന് വിശദമായി അറിഞ്ഞു നോക്കാം. 2024 14 ഏതാ ഡേ? അതാണ് വെനസ്ഡേ. ഓക്കെ. ഏപ്രിൽ 2024 27 ഏതാ ഡേ? ഏപ്രിൽ സാറ്റർഡേ. വെരി ഗുഡ്. ജൂൺ 2024 12 ഏതാ ഡേ? 12 ആണ്, അത് വെനസ്ഡേ. ഓക്കെ. ഒക്ടോബർ 2024 20 ഏതാ ഡേ? 2004 20 അത് സൺഡേ. ഓക്കെ. ഇനി ഫെബ്രുവരി 2025 27 ഫെബ്രുവരി 25 27 27 അതെനിക്കറിയാം. 27 അത് തേഴ്സ്ഡേ. ഓക്കെ. ഏപ്രിൽ 3 ഏതാ ഡേ? 2025 ഏപ്രിൽ 3 ഡേ. ഏപ്രിൽ 3 2025 അത് അത് എനിക്കറിയാം. തേഴ്സ്ഡേ. അന്നായിരുന്നു ഹൈലൈറ്റ് മോളിൽ പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. ഓഗസ്റ്റ് 20 2025 20 2025 ഏതാ ഡേ? അത് വെനസ്ഡേ. ഓക്കെ. നെക്സ്റ്റ് ഡിസംബർ 4 2025 ഏതാ ഡേ? ഡിസംബർ 4 അത് തേഴ്സ്ഡേ. എന്നാണ് അമ്മയുടെ ഹാപ്പി ബർത്ത്ഡേ. ഇനി ഇതുപോലെ ഓർത്തെടുത്ത് ചില കാര്യങ്ങൾ കൃത്യമായി കാണാതെ പറയുക എന്നതാണ് ഈ ബാലൻ്റെ കഴിവും പ്രത്യേകതയും. പ്രധാനമായും കലണ്ടറിലെ കാര്യങ്ങൾ ഓർത്തെടുത്താണ് പറയുക. 2024 മുതൽ 28 വരെ കലണ്ടർ വർഷത്തെ കാലയളവിലെ ഓരോ ദിവസവും ആ ദിവസത്തെ ആഴ്ചയുടെ പേര് ഏതെന്നും ഏതൊക്കെ വിശേഷ ദിവസങ്ങൾ ഉണ്ടെന്നുമാണ് ഇഷാൻ കാണാതെ പറയുന്നത്. ചോദിച്ചതിനെല്ലാം ഇഷാൻ ഞൊടിയുടെ ഉത്തരം പറയും. മാർച്ച് 2028 1 മാർച്ച് 2028 1 മാർച്ച് 2028 1 വെനസ്ഡേ. ഓക്കെ. ജൂലൈ 2028 8 ജൂലൈ 2028 8 ജൂലൈ 2028 8 സാറ്റർഡേ. വെരി ഗുഡ് ഇഷാൻ. നെക്സ്റ്റ് സെപ്റ്റംബർ 2028 24 സെപ്റ്റംബർ 2028 24 അത് സൺഡേ. വെരി ഗുഡ് ഇഷാൻ. നെക്സ്റ്റ് നവംബർ 2028 3 നവംബർ 2028 3 നവംബർ 2028 3 നവംബർ 3 അത് 2028 3. ഒരു വർഷം മുമ്പേ ഇഷാൻ വീട്ടിലെ കലണ്ടർ നോക്കി മനസ്സിലാക്കുന്നത് മാതാപിതാക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അപ്പോഴാണ് മകൻ്റെ കഴിവിനെക്കുറിച്ച് ഇവർ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ഓർത്തെടുത്ത് പറയുക മാത്രമല്ല ഓരോ വർഷവും വീട്ടിലെ കലണ്ടർ മാറ്റുന്നതും ഇഷാൻ തന്നെയാണ്. എനിക്ക് കാലണ്ടർ പഠിക്കാൻ ഇഷ്ടമായിരുന്നു. പിന്നെ ഇങ്ങനെ പറഞ്ഞത്. എപ്പോൾ തുടങ്ങി ഇങ്ങനെ എത്ര വർഷമായിട്ട്? ഞാൻ ഒരു ജൂലൈ 27 തൊട്ട് വീഡിയോ എടുക്കാൻ തുടങ്ങിയതാണ്. പിന്നെ ഞാൻ 30 ജൂലൈ 30 എല്ലാവരും സ്കൂളിൽ ചോദിച്ചു. പിന്നെ അതിനെ കറക്റ്റായിട്ട് പറഞ്ഞു. ഇപ്പോൾ ഒരു ഏത് ഇയർ വരെ കലണ്ടറിൽ പറയാൻ പറ്റും? ഒരു 2000
28 വരെ പറയും, ഓഗസ്റ്റ് 29 വരെ പറയും. ഒറ്റത്തവണ ദൂരെ ട്രെയിൻ യാത്ര പോയാൽ പോലും അതിനിടയിലെ സ്ഥലങ്ങളുടെ പേരുകൾ ഒക്കെ മനസ്സിലാക്കി പിന്നീട് എപ്പോൾ വേണമെങ്കിലും ഇഷാൻ ഓർത്തെടുത്തു പറയും. കൂടാതെ വാഹനങ്ങളുടെ നമ്പർ പോലും കൃത്യമായി മനസ്സിലാക്കി പിന്നീട് എപ്പോൾ ചോദിച്ചാലും നമ്പറുകൾ കാണാതെ പറയാനും കഴിവുണ്ട്. എന്തുതന്നെയായാലും ഏറെ ആശ്ചര്യവും അത്ഭുതവും തോന്നും കല്ലിപ്പാടം കാർമൽ സ്കൂളിൽ പഠിക്കുന്ന ഇഷാന്റെ കഴിവിനെ ഓർത്ത്. ആദ്യം രക്ഷിതാക്കൾക്ക് ആശ്ചര്യം തോന്നിപ്പോയെങ്കിൽ ഇപ്പോൾ കേൾക്കുന്നവർക്ക് എല്ലാം ഈ അത്ഭുത ബാലന്റെ ഓർമ്മശക്തിയെയും കഴിവിനെക്കുറിച്ചും ആശ്ചര്യം തോന്നിപ്പോകും. പഠിക്കാനും ഇഷാൻ ഏറെ മിടുക്കനാണ്. ഇഷാന്റെ കഴിവിനെക്കുറിച്ച് വിദ്യാലയത്തിലുള്ളവർ ഇതിനകം അറിഞ്ഞു കഴിഞ്ഞു. ഏറെ അഭിനന്ദനവും ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മലപ്പുറം തിരൂരിൽ വെച്ച് നടന്ന സംസ്ഥാനതല ഗോൾഡൻ അബാക്കസ് മത്സര പരീക്ഷയിൽ 1ാം സ്ഥാനം ലഭിച്ച മണ്ണൂരിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും NCPയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. മണ്ണൂരിലെ അധ്യാപിക സജീന സലീമിന്റെ നേതൃത്വത്തിലായിരുന്നു കുട്ടികൾക്ക് പരിശീലനം നൽകിയിരുന്നത്. 58 വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചതിൽ 41 പേർക്ക് സമ്മാനം ലഭിച്ചു. 34 കുട്ടികൾക്ക് 1, 2, 3 റാങ്കുകൾ കരസ്ഥമാക്കി. സംസ്ഥാന തലത്തിൽ ഏറ്റവും കൂടുതൽ സമ്മാനങ്ങൾ നേടി പാലക്കാട് ജില്ലയെ പ്രതിനിധീകരിച്ച് മണ്ണൂർ യൂണിറ്റ് 1ാമതായി. മണ്ണൂരിലെ അധ്യാപിക സജീന സലാമിന്റെ നേതൃത്വത്തിലാണ് പരിശീലനം. NCP ജില്ലാ സെക്രട്ടറി SJN നജീബ് അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കുട്ടികളെ എന്താ പറയുക, വളരെയധികം ഉന്നതിയിൽ എത്തിക്കാൻ കണക്ക് എന്ന് പറയുന്ന വലിയ കാഠിന്യം പിടിച്ച ഒരു പാഠ്യപദ്ധതി നമ്മുടെ കുട്ടികളിലേക്ക്, അവരുടെ ബ്രെയിനിലേക്ക് ഇൻജെക്ട് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ വളരെ ഒരു പുതിയൊരു നൂതനമായിട്ടുള്ള ഒരു ആശയമാണ് സജീൻ താത്ത ആവിഷ്കരിച്ചത്. കഴിഞ്ഞ കോവിഡ് കാലത്താണ് അവർ ഈ പദ്ധതി തുടങ്ങിയത്. കോവിഡ് കാലത്ത് നമ്മളൊന്നും ഇത് ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല. വീട്ടിലിരുന്നു കൊണ്ട് കോവിഡ് കാലത്ത് ഇത്തരത്തിലുള്ള പദ്ധതികൾ തുടങ്ങുകയും അതിനുവേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് കൃത്യമായി കുട്ടികളെ ഉള്ളുവെങ്കിൽ ഇന്ന് 58 കുട്ടികളെ നിരന്തരം ഓരോ സംസ്ഥാന അടിസ്ഥാനത്തിൽ എവിടെ വെച്ചാണോ പരിപാടി നടക്കുന്നത്, കോഴിക്കോടായാലും എറണാകുളമായാലും തിരുവനന്തപുരം വരെ അവർ പോയിട്ടുണ്ട്. ഈ 58 കുട്ടികളെ കൊണ്ടുപോയി വിദ്യ അഭ്യസിപ്പിച്ച് 8 മിനിറ്റിൽ അല്ലെങ്കിൽ 8 സെക്കൻഡിൽ ഒക്കെ അവർ കൊടുക്കുന്ന ആ ഷെഡ്യൂൾ അനുസരിച്ചുകൊണ്ട് ഓരോ കുട്ടികൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു പാഠ്യപദ്ധതി പഠിച്ചെടുക്കുന്നു എന്ന് പറയുന്നത് തന്നെ നമ്മളെ ഇന്നത്തെ തലമുറയ്ക്ക്, പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്ക് ഒരു മാതൃക. അബു താഹിർ അധ്യക്ഷത വഹിച്ചു. വാർഡംഗം ഷഫീന നജീബ് ഉപഹാരങ്ങൾ സമ്മാനിച്ചു. വി ഹരിദാസൻ, NS സിദ്ദിഖ്, നാരായണൻ, അബ്ദുൽ ഖാദർ, മനോജ്, ADS ഹസ്ന, ജലീൽ എന്നിവർ സംസാരിച്ചു. അധ്യാപിക സജീന സലാം നന്ദി പറഞ്ഞു. പരിശീലക സജീന സലാമിനെ രക്ഷിതാക്കൾ ഉപഹാരം നൽകി ആദരിച്ചു. മധുര വിതരണവും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഓങ്ങല്ലൂർ തളി ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ നടന്ന 12ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് ഞായറാഴ്ച സമാപനമായി. സമാപന ദിനത്തിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. ഓങ്ങല്ലൂർ തളി ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ 7 ദിവസങ്ങളായി നീണ്ടുനിന്ന 12ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിനാണ് ഞായറാഴ്ച ഉച്ചയോടുകൂടി സമാപനമായത്. യജ്ഞസമർപ്പണം, ആചാര്യദക്ഷിണ എന്നിവയോടുകൂടി സമാപിച്ചു. വയപ്പുറം വാസുദേവ പ്രസാദാണ് യജ്ഞാചാര്യൻ. കാലടി ശങ്കരനാരായണൻ നമ്പൂതിരി സഹ ആചാര്യനുമായിരുന്നു. ഭക്തർക്ക് പ്രഭാത ഭക്ഷണം, അന്നദാനം എന്നിവയുമുണ്ടായിരുന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. സപ്താഹ കമ്മിറ്റി ഭാരവാഹികളായ പേരാമംഗലൂർ പരമേശ്വരൻ നമ്പൂതിരി, EM ഗണപതി നമ്പൂതിരി, വേണുഗോപാൽ ചീരാത്ത്, ഗോവിന്ദൻകുട്ടി, VT ഹരിവാര്യർ, അനുജന്മാരാർ തുടങ്ങിയവരും ക്ഷേത്ര സേവാസമിതി അംഗങ്ങളും ക്ഷേത്രം ജീവനക്കാരും നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഷൊർണൂരിൽ വികസന പരിപ്രേക്ഷ്യവുമായി BJPയുടെ സംവാദ പരിപാടി. സംവാദം വികസിത ഷൊർണൂർ എന്ന ആശയം ഉയർത്തിപ്പിടിച്ച് അവസരം തന്നാൽ ഷൊർണൂരിൽ വികസനത്തിന്റെ വിസ്മയം സൃഷ്ടിക്കുമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗം സജീവം. കോട്ടായിൽ LDF തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ. കേരളശ്ശേരിയിൽ ഇലക്ഷൻ കൺവെൻഷനോടെ BJP പ്രചരണ ചൂടിലേക്ക്. മണ്ഡല മഹോത്സവത്തിനൊരുങ്ങി നാട്. ക്ഷേത്രങ്ങളിൽ വിപുലമായ ഒരുക്കങ്ങൾ. വിശ്വാസികൾക്ക് വ്രതശുദ്ധിയുടെ പവിത്രകാലം. ഓങ്ങല്ലൂർ തളി ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് സമാപനം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.